രാശ ഇവിടെ ഇവിടെ പോട്ടെ. ഇപ്പോൾ പ്രകാശ് ബാരെ പറയുന്ന പോലെ ഇത് തമാശയാണ് എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ചില കത്തുകൾ വരും. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അകത്തെന്താണെന്നുള്ള കാര്യം. അത് തുറന്നു വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് അപ്പം പോയി കുളിക്കാതിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള തെറി അഭിഷേകത്തിൻ്റെ കത്താണ് എന്ന് പറഞ്ഞാൽ അശ്ലീലം ഈ ഞരമ്പ് അങ്ങ് അസ്ഥിക്ക് പിടിച്ച കുറച്ചമാരുടെ കത്താണ്. നമ്മൾ വിട്ട് നമുക്ക് അതുവരെ മനസ്സിലാക്കാം. ഇത് കോടതിയിലേക്ക് വരികയാണ്. കോടതി അത് കാണുകയാണ്. കോടതി കേസെടുക്കാൻ പോലീസിനോട് പറയുകയാണ്. പോലീസ് കേസെടുക്കുകയാണ്. ഇടുന്ന വകുപ്പ് എന്താ? ഇപ്പോൾ പ്രകാശ് ബാരെ പറഞ്ഞ മറ്റേ IT ആക്ട് പോട്ടെ, ഇമ്മോറൽ ട്രാഫിക്കിന് കേസെടുക്കുക. ഇതെന്താ? ആക്ച്വലി ഇതിൽ ചില വിഷയങ്ങളുണ്ട് ഹാസ്മി. ലീഗലി സംസാരിക്കുകയാണെങ്കിൽ ഞാനൊരു പരാതി പോലീസിന് കൊടുക്കുന്നു. പോലീസ് അത് അന്വേഷിച്ചിട്ട് ഇന്ന കാരണം കൊണ്ട് ഞാൻ ആ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന കാര്യം എഴുതിയിട്ട് അത് അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ അതൊരു റിപ്പോർട്ടായി മാറിയേനെ. പക്ഷെ അങ്ങനെ ചെയ്യാതെ പോലീസിന് ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. പോലീസ് ഇന്നാക്ഷൻ, പോലീസ് അവിടെ ഒന്നും ചെയ്യുന്നില്ല. അടുത്തത് പോലീസിൻ്റെ, അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുന്നത് പോലീസിൻ്റെ സുപ്പീരിയർ ഓഫീസർക്കാണ്. മിക്കവാറും SP-ക്കോ കമ്മീഷണർക്കോ ആയിരിക്കും. അവിടുത്തെ ഭാഗത്തുനിന്നും ചിലപ്പോൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്യും. വീണ്ടും ഈ സ്റ്റേഷൻ SHOൻ്റെ അടുത്തേക്ക് എത്തും. അവിടെയും പിന്നെയും ഒന്നും ചെയ്യുന്നില്ല. ഇത് അന്വേഷിച്ചിട്ട് ഒരു റെഫർ ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഇതിൽ യാതൊന്നുമില്ല, ഇവർ പറഞ്ഞ രീതിയിലുള്ള പരാതിക്ക് അനുസൃതമായിട്ടുള്ള ഇവർ പറഞ്ഞ പരാതി പറയുന്ന സെക്ഷനിൽ പറയുന്ന യാതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നൊരു റെഫർ റിപ്പോർട്ട് വരുന്നില്ല. അപ്പോഴാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് പിന്നെ ചെയ്യാൻ സാധിക്കുന്നത്, പോലീസ് ഒന്നും കേസ് അന്വേഷിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോടതിയെ സമീപിക്കണം. അങ്ങനെ കോടതിയെ നമ്മൾ സാധാരണയായി പറയുക സ്വകാര്യ അന്യായം അഥവാ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നു. കോടതികളുടെ മുന്നിൽ വരുന്ന ഇത്തരം പരാതികൾ വരുമ്പോൾ കോടതികൾ അവിടെ അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഒന്നും നടത്തുന്നില്ല. കോടതികൾ അധികവും അതിനെ അപ്പോൾ തന്നെ ഫോർവേഡ് ടു ദി പോലീസ് സ്റ്റേഷൻ ടു ലോഡ്ജ് FIR എന്നായിരിക്കും എഴുതുന്നുണ്ടാവുക. ഒരു FIR ഇട്ടിട്ട് അന്വേഷിച്ചിക്കോളൂ, ലോഡ്ജ് FIR ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്, ഇത്രയേ ഉള്ളൂ. അതായത് ഇതൊന്നും നിങ്ങളെ നേരത്തെ അയാൾ പറഞ്ഞപ്പോൾ അന്വേഷിച്ചൊന്നും ഇല്ലല്ലോ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് അന്വേഷിക്കൂ, അത്രയാണ് ഈ കേസിൽ ഉണ്ടായിട്ട് ഉള്ളൂ. അതല്ലെങ്കിൽ കോടതിയിൽ ഈ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കുകയും കോടതി അത് കേൾക്കുകയും അയാൾ കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സും അയാൾ കൊണ്ടുവന്ന സാക്ഷികളെയും വിസ്തരിക്കുകയും കോടതി അവിടെ ഒരു എൻക്വയറി നടത്തുകയും ഇതിൽ കാമ്പുണ്ട്, ഇതിൽ കേസുണ്ട് എന്ന് അന്വേഷിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു 223 പ്രൊസീഡിങ്സ് അവിടെ നടന്നിട്ടേ ഇല്ല BNSS പ്രകാരമുള്ളത്. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ പോലീസുകാർക്ക് പറ്റുന്ന തെറ്റെന്താ വെച്ചാൽ അതിൽ പരാതി തയ്യാറാക്കി കൊടുത്ത ആൾ എഴുതിയിട്ടുള്ള ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, അതായത് സെക്സ് വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കമേഴ്സ്യൽ ഗെയിൻ, അതായത് ഒരു കച്ചവടമാക്കുന്ന ആളുകളെ പിടിക്കാനുള്ള വകുപ്പാണത്. അപ്പോൾ അത് പ്രകാരം പിടിക്കുമ്പോൾ സെക്ഷൻ 5ഉം 3ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും ഒരു കാരണവശാലും ഈ കേസുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ എഴുതിക്കുന്നത് IT ആക്ടിൽ 67 A എന്നുള്ളത്, അതും ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ള സംഗതിയല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് അവിടെ പെറ്റീഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യണം? പോലീസ് ഇതൊരു FIR ഇടുന്ന സമയത്ത് പോലീസിനെ എന്തെങ്കിലും ഇയാൾ എഴുതി വെച്ച സെക്ഷൻ കേരള പോലീസിനെ ഏതെങ്കിലും വക്കീലോ അല്ലെങ്കിൽ പരാതിക്കാരനോ എഴുതി കൊടുത്ത സെക്ഷനൊന്നും എഴുതേണ്ട ഒരു നിർബന്ധമില്ല കേരള പോലീസിന്. കേരള പോലീസ് പരാതി എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ പരാതിയിൽ പറയുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഇത്തരം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ അങ്ങനെ അശ്ലീല വീഡിയോസ് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഒരു ചെറിയ ഒഫൻസൊക്കെ ഇട്ട് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും ചെയ്യാതെ ഇമ്മോറൽ ട്രാഫിക് തന്നെ ഇട്ട് അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ സംവിധായകൻ കുറ്റക്കാരനാവണ്ടേ? ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ഞാൻ പറഞ്ഞു ഇപ്പൊ കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ മഹാപരാധമാണെങ്കിൽ, ഇപ്പൊ പാലേരി മാണിക്യം മഹാപരാധമാണെങ്കിൽ അതിന്റെ സംവിധായകരല്ലേ കുറ്റക്കാരൻ, അതിന്റെ പ്രൊഡ്യൂസറല്ലേ കുറ്റക്കാരൻ, അതിന്റെ സാമ്പത്തികം കിട്ടുന്നത് പ്രൊഡ്യൂസർക്കല്ലേ, അല്ലാതെ പാവം അതിനെ അഭിനേത്രിക്കാണോ? യെസ്, അടുത്തത് അതിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞാലാണ് ഇതുവഴി സമ്പാദിച്ചു, പണം സമ്പാദിച്ച ആൾക്കാരെയാണല്ലോ ഈ സെക്ഷൻസ് വഴി പിടിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓരോരുത്തരും ഈ സിനിമയിലേക്ക് എയ്ഡ് ആൻഡ് അബറ്റ്മെൻ്റ് ആണ്. ക്യാമറ ചെയ്യുന്ന ആൾ, ക്യാമറയ്ക്ക് ലൈറ്റ് പിടിച്ചു കൊടുക്കുന്ന ആൾ, ഭക്ഷണം വിളമ്പുന്ന ആൾ ഒക്കെ വലിയൊരു ക്രൈം ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി എയ്ഡും അബറ്റ്മെൻറ്റും ചെയ്യാണ്. അതുപോലെ തന്നെ സിനിമ എഴുതിയുണ്ടാക്കുമ്പോൾ സ്ക്രിപ്റ്റ് അത് കൺസീവ് ചെയ്ത ആൾ, അത് ചെയ്യുന്ന ഡയറക്ടർ, അതുപോലെ തന്നെ മറ്റ് പ്രൊഡ്യൂസർ, ഇങ്ങനെ എല്ലാവരെയും കുറ്റവാളി. ഇത് അങ്ങനെയൊന്നുമല്ല.
പിക്ക് ആൻഡ് ചൂസാണ്. കറക്റ്റ് ഒരാളെ ഇന്ന ആളെ എടുത്തു, ആക്ട്രസ്, ഈ ആക്ട്രസിനെയാണ്. അപ്പോൾ ഈ ആക്ട്രസിലൂടെ ഞാൻ ഫേമസ് ആകുമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് വരികയോ അല്ലെങ്കിൽ ഈ ആക്ട്രസിനോടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പെർവേഷൻ തോന്നിയിട്ട് ചെയ്യുന്ന കാര്യമാണോ, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ മലീഷ്യസ് പ്രോസിക്യൂഷന് എന്തായാലും ഇദ്ദേഹം ഭാവിയിൽ നമ്മൾ ഇത്രകാലത്തെ ജീവിതം കൊണ്ട്, നമ്മൾ വക്കീൽ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയത്, നാളെ ഈ ആക്ട്രസിനെതിരെ ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് കുറ്റമാണ് എന്ന് കണ്ടെത്തുന്ന മറ്റൊരു അന്വേഷണം ഇനി ആക്ട്രസ് പരാതി കൊടുക്കുമ്പോൾ ഉണ്ടാവുകയും അല്ല, ഉറപ്പായും ആക്ട്രസ് പരാതി കൊടുക്കും. ശ്വേത അതിൽ പരാതി കൊടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ